ഹലോ മങ്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു വീഡിയോ ആണ്. അതുപോലെ തന്നെ ഒരു കംപ്ലീറ്റ് പ്രോസസ്സാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും അവസാനം വരെ കാണുക. അപ്പോൾ അതിന് മുന്നേ തന്നെ നമ്മുടെ സോഷ്യൽസ് അറിയാത്ത കുറേ പേരുകളുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഫസ്റ്റ് കാണിക്കുന്നത്. അതായത് നമുക്കൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്. ഇപ്പോൾ ഇതിൽ മാക്സിമം സമയം നമ്മൾ ലൈവ് വരാറുണ്ട്. നൈറ്റ് ഒരു 9:30 ടൈമിൽ ഭൂരിഭാഗം ദിവസങ്ങൾ വരാറുണ്ട്. താല്പര്യമുള്ളവർക്ക് അതിൽ കയറി എന്ത് ചെയ്യാം, നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ. പിന്നെ ഒരുപാട് പേർക്ക് അറിയാത്തൊരു സ്ഥലമാണ് നമ്മുടെ ടെലഗ്രാം ചാനൽ. ടെലഗ്രാം ചാനൽ ഇപ്പോഴും അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനലിൻ്റെ പേര് ക്രിപ്റ്റോ മങ്കി എന്നാണ്. ഇതാണ് നമ്മുടെ ടെലഗ്രാം ചാനൽ. ഓക്കെ, അപ്പോൾ ടെലഗ്രാം ചാനലിലാണ്. നിങ്ങൾക്ക് പേരടിച്ചിട്ട് കിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ ഫുൾ നെയിം. അതായത് ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്തോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അടിച്ചു കൊടുത്തോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ ഒരു ചാനൽ കയറാം. ഓക്കെ, അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ടുള്ളത്. ഇതുപോലെ തന്നെ ചാനൽ മാത്രമല്ല, നമുക്ക് എന്ത് കൂടിയുണ്ട്, ഒരു ക്രിപ്റ്റോ മങ്കി കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട്. നിങ്ങളുടെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്ത് ചെയ്യാം, ഇവിടെ ചോദിക്കാം. തീർക്കാനായിട്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, ആഡ് ഇടാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെയും ഡൗട്ട് ക്ലിയർ ചെയ്യാം. ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള സോഷ്യൽസ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ മെയിൻ ആയിട്ടുള്ള വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അതുപോലെ തന്നെ ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. അതായത് നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഞാൻ നിർബന്ധിക്കുന്നില്ല. നമ്മുടെ പുതിയ അപ്ഡേറ്റ് നമ്മൾ എന്തായാലും ഇതിലിടാനുള്ള പോവുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ക്രിപ്റ്റോ ജേണി നമ്മൾ സൂൺ സ്റ്റാർട്ട് ചെയ്യും, വൺസ് ഒരു മൈൽ സ്റ്റോൺ എത്തിക്കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ സാധാ പോലെ നമ്മൾ ഹാംസ്റ്റർ കോമ്പാറ്റ് തുറക്കുന്നു. ഇന്ന് നമ്മൾ തുടക്കം തന്നെ പറയാൻ പോകുന്നത് ഹാംസ്റ്റർ കോമ്പാറ്റ് ഒരു ഓവറോൾ ഇൻഫർമേഷനാണ് ഫസ്റ്റ് പറയാൻ പോകുന്നത്. ഇതൊരു ബിഗിന്നേഴ്സിന് വേണ്ടി മാത്രമല്ല, എല്ലാവർക്കും വേണ്ടിയുള്ള ഇൻഫർമേഷനാണ്. എന്തായാലും കാണുക. ഓക്കെ, അപ്പോൾ ഹാംസ്റ്റർ കോമ്പാറ്റ് സ്റ്റാർട്ട് ചെയ്തത് ഒരു മാർച്ചിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം എന്ത് ചെയ്തു, അവിടെ നിന്ന് തുടങ്ങി ഇപ്പോൾ ഒരു ജേണിയാണ്. ഒരു ഫുൾ കംപ്ലീറ്റ് റോഡ് മാപ്പ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അത് നമ്മൾ കാണിച്ചു തരാം എന്തൊക്കെയാണ് റോഡ് മാപ്പ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അവരുടെ റോഡ് മാപ്പ് പോയിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ റോഡ് മാപ്പിനായിട്ട് നമ്മൾ എവിടെ വന്നു, നമ്മൾ അവരുടെ സൈറ്റിൽ വന്നു. ഇതാണ് അവരുടെ സൈറ്റ്. അപ്പോൾ റോഡ് മാപ്പ് കണ്ടാൽ അറിയാം നമുക്ക് എന്താണ്, മാർച്ച് 2024 സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം എന്ത് ചെയ്തു, അത് ഓരോ പ്രോസസ്സുകൾ കഴിഞ്ഞ് റെഫറൽ സിസ്റ്റം ഒക്കെ കഴിഞ്ഞ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ കോയിനും എന്ത് ചെയ്യണം, ഓരോ കോയിനും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവർക്ക് കൃത്യമായ റോഡ് മാപ്പ് പ്ലസ് ഒരു വൈറ്റ് പേപ്പർ കൂടി ഉണ്ടാവും. അവരുടെ വൈറ്റ് പേപ്പർ കൂടെ എന്താണ്, കമ്മിങ് സൂൺ എന്ന് പറഞ്ഞാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അത് വരും, നമുക്ക് പ്രതീക്ഷിക്കാം എപ്പോൾ വരുന്നുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ജൂൺ മാസത്തിൽ നിൽക്കുന്നത് വെബ് പ്രീ ലിസ്റ്റിംഗ് ക്വസ്റ്റ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കുറച്ചുകൂടി ബാക്കിയുള്ളത് എനിക്ക് തോന്നുന്നു പ്രീ ലിസ്റ്റിംഗ് ക്വസ്റ്റ് ആണെന്ന് തോന്നുന്നു. അത് ഇറങ്ങിയോ എന്നറിയില്ല. അപ്പോൾ അതാണ് നമ്മൾ ഈ മന്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ലിസ്റ്റിംഗ് എന്ന് പറയുന്നത് എവിടെയാണ് നിൽക്കുന്നത്, ജൂലൈ 2024 ലിസ്റ്റിംഗ് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അതായത് ടോക്കൺ ഇൻ ഗെയിം യൂട്ടിലിറ്റി ടച്ചും അതുപോലെ TGയും ഇറങ്ങുന്നത് ജൂലൈ 2024 പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ TGനെ കുറിച്ച് നമ്മൾ വിസ്തീരിച്ച് തരാം. അതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഗെയിമിലേക്ക് നമ്മൾ പോകാം. എന്താണ്, അതായത് ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്ന ഗെയിം എന്താണെന്ന് അറിയാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യണം, നമുക്കൊരു കാര്യം മനസ്സിലാക്കണം. അതൊരു ചെറിയൊരു ഇൻഫോ, നമ്മൾ എന്തായാലും ക്രിപ്റ്റോ ജേണിയിലേക്ക് കടന്നല്ലോ. അപ്പോൾ നമ്മൾ എന്തായാലും കുറച്ച് ടേബിൾ മനസ്സിലാക്കണം. എന്താണ് എക്സ്ചേഞ്ച് എന്നാണ് മനസ്സിലാക്കണം. ആ വാക്കിൽ തന്നെയുണ്ട് ക്രിപ്റ്റോ കറൻസി ഫീൽഡിൽ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിപ്റ്റോ കറൻസി വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ഒരു സ്ഥലമാണ് എക്സ്ചേഞ്ചുകൾ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഏതൊക്കെയാണ്, ബിനാൻസ്, ബൈബിറ്റ്, കുക്കോയിൻ, ബിറ്റ്ഗെറ്റ്, ബ്ലൂഫിൻ, ഇതൊക്കെ എക്സാമ്പിളാണ്. അങ്ങനെ ഇഷ്ടംപോലെ എക്സ്ചേഞ്ചുകളുണ്ട്. അപ്പോൾ ഏത് എക്സ്ചേഞ്ചിൽ വെച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ കോയിൻസ് മേടിക്കുകയും വാങ്ങുകയും ചെയ്യാം. അപ്പോൾ അതാണ് എക്സ്ചേഞ്ച്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇത് തുറക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ഒരു ഭാഗത്തായിട്ട് വാരിയർ നിക്, ഇതെൻ്റെ പേരാണ്, ഞാൻ എൻ്റെ ടെലഗ്രാമിലെ പേരാണ്, CEO. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഓരോരുത്തരും ഈ ഗെയിമിലെ CEOs ആണ്. CEO എന്ന് പറഞ്ഞിട്ട് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, അതായത് ഒരു കമ്പനിയുടെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന ആൾ. അതായത് ഗൂഗിളിൻ്റെ CEO ആരാ, സുന്ദർ പിച്ചை. അതുപോലെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന ആൾ CEO എന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് ഈ ഗെയിമോട് ശരിക്കും കളിക്കുന്നത്, നമ്മൾ വെറുതെ ഇത് ടാപ്പ് ചെയ്താൽ പോരാ. ടാപ്പ് ചെയ്ത് ഇങ്ങനെ കുറേ പോയിന്റ്സ് ഉണ്ടാക്കലുള്ള കളി. അതെന്താണെന്ന് മനസ്സിലാക്കിയാലാണ് ഇതിൽ നിന്ന് എങ്ങനെയാണ് പൊട്ടൻഷ്യൽ ഉണ്ടാകുന്നത് മനസ്സിലാവുള്ളൂ, അല്ലേ? അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നോക്കാം. നമ്മളിവിടെ ടാപ്പ് ചെയ്യുന്നു. നമ്മൾ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് പോയിന്റ്സ് കിട്ടുന്നു. ആ പോയിന്റ്സ് ഇവിടെ എന്താണ് കാട്ടുന്നത്, മണി ആയിട്ടാണ് കാട്ടുന്നത്, അല്ലേ? അപ്പോൾ ഇതൊരു കറൻസി പോലെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ പണിയെടുക്കുന്നു, നമുക്ക് കറൻസി കിട്ടുന്നു. ആ കിട്ടിയ കറൻസി നമ്മൾ എന്ത് ചെയ്യണം, നമ്മളൊരു ചൊല്ലുണ്ട്, എന്താണ്, നമ്മൾ പണിയെടുത്ത പൈസ നമുക്ക് വേണ്ടി പണിയെടുക്കണം. അപ്പം നമ്മളിവിടെ എന്താ ചെയ്യുന്നത്, നമ്മൾ ഒരു എക്സ്ചേഞ്ച് ഡെവലപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്, അല്ലേ? നമ്മൾ എന്താ ചെയ്യുന്നത്, ഒരു എക്സ്ചേഞ്ച് സ്ക്രാച്ചിൽ നിന്ന്, സ്റ്റാർട്ടിങ്ങിൽ നിന്ന് തുടങ്ങുകയാണ് ചെയ്യുന്നത്. എന്താണ് എക്സ്ചേഞ്ച്, ക്രിപ്റ്റോ കറൻസി വാങ്ങാനും മേടിക്കാനും സ്ഥലം. അപ്പോൾ ആ എക്സ്ചേഞ്ച് ഉണ്ടാക്കാനായിട്ട് ഒരുപാട് സാധനങ്ങൾ ആവശ്യമില്ലേ? അപ്പോൾ ഇതൊക്കെ ആവശ്യമുള്ളതൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ ചെയ്ത് ഉണ്ടാക്കിയെടുക്കണം. ഇതൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം, നമ്മുടെ കയ്യിൽ പൈസ വേണം. അപ്പോൾ നമ്മുടെ കയ്യിൽ പൈസ കിട്ടി. ഇനി എന്തൊക്കെയാണ് ഒരു എക്സ്ചേഞ്ചിന് വേണ്ട സാധനങ്ങൾ, അത് നമ്മൾ എവിടെയാണ് പോകേണ്ടത്, നമ്മൾ നേരെ എവിടെ പോകണം, മൈൻ ടാബിൽ പോകണം. അവിടെ എന്തൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്, ഫാൻ ടോക്കൺസ് എന്ന് തരും,
ചില്ലിസ് CHZ എന്ന് പറഞ്ഞൊരു ടോക്കൺ ഉണ്ട്. അതായത് നല്ല നല്ല ടീമുകളുടെ ടോക്കൺസ് ഇറക്കുന്ന ഒരു സാധനമാണ്, ഒരു ചെയിനാണ് ചില്ലിസ് എന്ന് പറയുന്നത്. അതുപോലെ സ്റ്റേക്കിംഗ്, പൈസ എവിടെയെങ്കിലും ഇട്ട് വയ്ക്കുക. അതുപോലെ BTC പേയേഴ്സ് എന്തർത്ഥം? BTC USDT, BTC USDC, അങ്ങനെ പോയത് വാക്കുകൾ പറയുന്നുണ്ട് മനസ്സിലാവുന്നില്ല, കേട്ടിരിക്കുക കുറച്ചു നേരം. ഓക്കെ. എതീറിയം, ടോപ്പ് 10 CMC പേയേഴ്സ്. CMC എന്ന് പറഞ്ഞിട്ട് അർത്ഥം കോയിൻ മാർക്കറ്റ് ക്യാപ്, അതായത് എല്ലാ തരം ക്രിപ്റ്റോ കറൻസിയുടെ ഏറ്റവും നല്ല ലിസ്റ്റിംഗ്, എല്ലാ തരം ക്രിപ്റ്റോ കറൻസിയുടെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാനുള്ള ഏറ്റവും നല്ലൊരു ആപ്പ് അല്ലെങ്കിൽ ഒരു സൈറ്റാണ് എന്ത്, കോയിൻ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത്. അവിടെയുള്ള ടോപ്പ് 10 ഏറ്റവും നല്ല ക്രിപ്റ്റോ കറൻസികൾ. അപ്പോൾ ഇവിടെയൊക്കെ എന്ത് ചെയ്ത് വെച്ചത്, ഒരു എക്സ്ചേഞ്ചിൽ, ഒരു ക്രിപ്റ്റോ മാർക്കറ്റ് എക്സ്ചേഞ്ചിൽ എന്തൊക്കെയാണ് ആവശ്യം, അവിടെ എന്തൊക്കെയാണ് വേണ്ടത്, അതായത് ഏതൊക്കെ ടോക്കൺസ് ആണ് വേണ്ടത്, അല്ലെങ്കിൽ ഏതൊക്കെ കോയിൻസ് ആണ് എക്സ്ചേഞ്ച് ചെയ്തത്. അത് എന്താണ് എക്സ്ചേഞ്ച് പറഞ്ഞാൽ, ഒരു കോയിൻ വാങ്ങുകയല്ലേ, ഒരാൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതല്ലേ. ഇത് വാങ്ങാനും വിൽക്കാനായിട്ട് എന്ത് വേണം, കോയിൻസ് വേണം. ആ കോയിൻസ് ആണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്, പലതരത്തിലുള്ള കോയിൻസ്. DeFi 2.0 ടോക്കൺസ്, അതുപോലെ തന്നെ സോഷ്യഫൈ, മീം കോയിൻസ്, ഷിറ്റ് കോയിൻസ്, ഇതൊക്കെ എന്താണ്, പലതരത്തിലുള്ള കോയിൻസ് ആണ്. ഇതിന് ശേഷം എന്താണ്, പിന്നെ താഴെ നിന്ന് എന്താ, പലതരം ട്രേഡിംഗ് മെത്തേഡ്സ്. എന്തൊക്കെയാണ്? മാർജിൻ ട്രേഡിങ്ങിൻ്റെ പലതരം ലെവറേജസ്, അതുപോലെ ഡെറിവേറ്റീവ്സ് എന്താ, ഫ്യൂച്ചേഴ്സ് ട്രേഡിംഗ് ആണ്, ഒരു ടൈപ്പ് ഓഫ് ട്രേഡിംഗ് ആണ്. അതുപോലെ പ്രഡിക്ഷൻ മാർക്കറ്റ്, Web3 ഇൻ്റഗ്രേഷൻ, P2P ട്രേഡിംഗ്, പിയർ ടു പിയർ, അതായത് എൻ്റെ കയ്യിൽ ഡോളർ ഉണ്ട്, നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ട്, നിൻ്റെ കയ്യിലുള്ള പൈസ എനിക്ക് അയച്ചു തന്നാൽ ഞാൻ എൻ്റെ കയ്യിലുള്ള USDT അല്ലെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയ ഒരു സ്റ്റേബിൾ കോയിൻ നിങ്ങൾക്ക് എന്ത് ചെയ്യും, തരും. ഇതാണ് P2P മാർക്കറ്റിംഗ്. ട്രേഡിംഗ് ബോർഡ്സ്, ഇതൊക്കെ എന്താണ്, ഒരു എക്സ്ചേഞ്ചിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതാണ് നമ്മളിവിടെ ഡെവലപ്പ് ചെയ്യാൻ നോക്കുന്നത്. അതുപോലെ തന്നെ PRN ടീമിൽ വന്ന് എന്താണ് സംഭവിക്കുന്നത്, നമുക്ക് പബ്ലിക് റിലേഷൻ ഉണ്ടാക്കണ്ടേ, അതായത് എല്ലാവർക്കും എത്തിക്കേണ്ട നമ്മുടെ എക്സ്ചേഞ്ചിനെ കുറിച്ചിട്ട്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് എന്ത് വേണം, നമുക്ക് പലതരം എക്സിൻ്റെ പ്ലാറ്റ്ഫോം, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം, അല്ലെങ്കിൽ ഹാംസ്റ്റർ, ടിക്ടോക്ക്, ഇതിലൊക്കെ എന്ത് ചെയ്യണം, ഇൻഫ്ലുവൻസേഴ്സിനെ പോയി സമീപിക്കണം. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് പൈസ കൊടുക്കണ്ടേ, ഇതിനെല്ലാത്തിനും പൈസ ഇൻവെസ്റ്റ് ചെയ്താലേ ഇതെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ PRN ടീമിന് പലതരത്തിലുള്ള ടീമുകളുണ്ട്. നമുക്ക് ഈ ആപ്പ് ഉണ്ടാക്കണം, അതിന് IT ടീം വേണം, അതുപോലെ ഓതൻറ്റിക്കേഷൻ ടീം, QA ക്വാളിറ്റി അനാലിസിസ് ചെയ്യാനുള്ള ടീം വേണം, അതുപോലെ തന്നെ റിസ്ക് മാനേജ്മെൻറ്റ്, അങ്ങനെ ഇഷ്ടംപോലെ തരത്തിലുള്ള ടീമുകൾ. അതായത് PRN ടീം എന്നുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യണം, പൈസ കൊടുക്കണം, ഇപ്പോൾ ടീമുകൾ മേടിക്കണ്ടേ. അതുപോലെ ലീഗലിലേക്ക് വരുന്നു, പല കൺട്രിയിൽ എന്ത് ചെയ്യണം, ഇത് കൊണ്ടിടണ്ടേ, അതായത് ഈ എക്സ്ചേഞ്ച് അവിടെ നിന്നൊരു അപ്രൂവ് മേടിക്കണ്ടേ. അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യണം, നമുക്ക് യൂറോപ്പിലെ ലൈസൻസ്, ഏഷ്യയിലെ ലൈസൻസ്, ഇവിടെയൊക്കെ വർക്ക് ചെയ്യാനുള്ള ലൈസൻസ്, KYC, നോ യുവർ കസ്റ്റമർ, നമ്മളെല്ലാവരും ചെയ്യുന്ന സാധനമാണ് അല്ലേ. അപ്പോൾ ഇതൊക്കെ ചെയ്യാനായിട്ട് എന്താണ്, KYC ചെയ്യണം. അതുപോലെ സ്പെഷ്യൽസ് എന്തായിരിക്കും, പ്രീ മാർക്കറ്റ് ലോഞ്ചിന് മുന്നേ എത്ര പൈസ വേണം. അതുപോലെ തന്നെ ഇപ്പോൾ ഞാനൊരു CEO ആണ്, എനിക്കൊരു ലംബോർഗിനി വേണം, അപ്പോൾ ഞാൻ എന്ത് ചെയ്യണു, എനിക്കൊരു ലംബോർഗിനി മേടിച്ചു, ഞാനൊരു കാർഡ് കൊടുത്ത് മേടിച്ചു. അപ്പം നിങ്ങൾ CEO ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഇതിനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൈസ മേടിച്ചൂടെ, നിങ്ങളുടെ പൈസയല്ലേ, നിങ്ങൾ പണിയെടുത്തുണ്ടാക്കുന്ന പൈസയല്ലേ, ആ പൈസ കൊണ്ട് നിങ്ങൾക്ക് ലാവിഷായിട്ട് ജീവിച്ചൂടെ. അപ്പോൾ അതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇതിന് ഓവറോൾ എന്ത് മനസ്സിലായി നിങ്ങൾക്ക്, അതായത് ഈ ഹാംസ്റ്റർ കോമ്പാറ്റ് എന്ന് പറഞ്ഞ ഗെയിം എന്താണ് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ടാപ്പ് ചെയ്ത് പൈസ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ മറ്റൊരാളോട് പറഞ്ഞ്, അങ്ങനെ പലതരം മെത്തേഡിൽ എന്ത് ചെയ്യുന്നു, നിങ്ങൾ പൈസ ഉണ്ടാക്കുന്നു. ആ കറൻസി ഇവിടെ എത്തിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങളൊരു എക്സ്ചേഞ്ച് ഡെവലപ്പ് ചെയ്യുന്നു. എന്താണ് എക്സ്ചേഞ്ച്? ക്രിപ്റ്റോ കറൻസി മേടിക്കാനും വാങ്ങാനും വിൽക്കാനുമുള്ള ഒരു സ്ഥലത്തുള്ള എക്സ്ചേഞ്ച് ഡെവലപ്പ് ചെയ്യുന്നു. അതിനാവശ്യമായ സാധനങ്ങളാണ് ഇവിടെ കാണുന്ന ഓരോ കാർഡും, ഓരോ എക്സ്ചേഞ്ചും. നമ്മളൊരു എക്സ്ചേഞ്ച് നമ്മളിപ്പോൾ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ബിനാൻസ് എന്ന് പറഞ്ഞ ഒരു എക്സ്ചേഞ്ച് ആണ്. ബിനാൻസ് എക്സ്ചേഞ്ച് ക്രിപ്റ്റോ കറൻസി വാങ്ങാനും വിൽക്കാനും പറ്റുന്ന ലോകത്തിലെ ഏറ്റവും വലിയ എക്സ്ചേഞ്ച് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം BTC, എത്തീറിയം എന്നൊക്കെ എഴുതി വെച്ചതല്ലേ. അപ്പോൾ ഇതാണ് BTCയുടെ പേരെടുത്താൽ എന്ത് കാണാം, നമുക്ക് BTC/USDT എന്ന് വെച്ച് കാണാം. അതാണ് നമ്മളിവിടെ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, BTC പേയേഴ്സ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. തൊട്ടപ്പുറത്ത് എത്തീറിയം കിടക്കണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മളിവിടെ എന്ത് കണ്ടു, ഡെറിവേറ്റീവ്സ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഈ ഡെറിവേറ്റീവ്സ് എന്നിട്ടാ നമ്മുടെ ട്രേഡിങ്ങിലെ ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് എന്ത്, ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത്. അതുപോലെ ട്രേഡ് എടുക്കാനാണെങ്കിൽ പലതരത്തിലുള്ള ലെവറേജ് ട്രേഡിങ്, ഇതിനുള്ള എല്ലാ ഓപ്ഷൻസും. അപ്പോൾ ഈ ഒരു ബിനാൻസ് എന്ന് പറഞ്ഞ എക്സ്ചേഞ്ച് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം അല്ലേ. അപ്പോൾ അതുപോലെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും, ചെയ്യേണ്ട എല്ലാ മെത്തേഡ്സും എഴുതി വെച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് ഈ മൈൻ എന്ന് പറഞ്ഞ ടാബ്. അതായത് ഒരു എക്സ്ചേഞ്ച് ഡെവലപ്പ് ചെയ്യാൻ വേണ്ട മാർക്കറ്റ്സ്, PRN ടൈം, ലീഗല്, സ്പെഷ്യൽസ്, ഇതൊക്കെ കൊടുക്കുന്ന ഒരു സ്ഥലമാണ് എന്ത്, മൈൻ എന്ന് പറഞ്ഞ സ്ഥലം. അപ്പോൾ ഇതിലുള്ള എല്ലാ കാർഡ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ എന്ത് പറഞ്ഞത്, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിൽ നമ്മൾ പ്രോഫിറ്റ് പെർ അവർ ആണോ അതോ കോയിൻസിൻ്റെ എണ്ണമാണോ ഇമ്പോർട്ടൻ്റ്. നമ്മൾ എന്താണ് ഈ ഗെയിമിലൂടെ കളിക്കുന്നത്, നമ്മളൊരു എക്സ്ചേഞ്ച് ആണ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ എക്സ്ചേഞ്ച് ഡെവലപ്പ് ചെയ്യുമ്പോൾ എന്താണ് വേണ്ടത്, നമ്മൾ ഇവിടെയുള്ള സാധനങ്ങളിൽ ഓരോ ലെവലുകൾ കൂട്ടണം. ലെവലുകൾ കൂട്ടാൻ എന്ത് ഉദ്ദേശിക്കുന്നത്, നല്ല നല്ല ആൾക്കാരുകൾ. ഇപ്പോൾ PRN ടീമിൽ നമ്മൾ എന്ത് ചെയ്തു, ആദ്യം നമ്മളൊരു 5 പേര് മേടിച്ചു.
അത് കഴിഞ്ഞ് സപ്പോർട്ട് ആൻഡ് ടീമിൽ എന്ത് ചെയ്തു, നമ്മൾ ചിലപ്പോൾ ഒരു 10 പേര് പഠിച്ചു, അത് കഴിഞ്ഞ് 20 പേര് പഠിച്ചു. ആൾക്കാരുകളെ കൂട്ടും തോറും എന്താണ്, എൻ്റെ കമ്പനി മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് എനിക്ക് എന്ത് ചെയ്യും, എൻ്റെ എക്സ്ചേഞ്ച് എനിക്ക് പ്രോഫിറ്റ് തന്നുകൊണ്ടിരിക്കും. അപ്പം ഞാനിവിടെ സ്പെൻഡ് ചെയ്യുന്ന ഓരോ തുകയ്ക്കനുസരിച്ച് എനിക്ക് എന്ത് ചെയ്യും, പ്രോഫിറ്റ് പെർ അവർ കിട്ടിക്കൊണ്ടിരിക്കും. അതല്ലേ നമ്മൾ എൻ്റെ കയ്യിൽ നിന്നുള്ള പൈസ സ്പെൻഡ് ചെയ്യുന്നു, അത് ഏതെങ്കിലും ഒരു ടീമിലേക്ക്, ഏതെങ്കിലും ഒരു കാർഡിലേക്ക് സ്പെൻഡ് ചെയ്യുന്നു. ആ കാർഡ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, ഈ എക്സ്ചേഞ്ചിനനുസരിച്ച് തിരിച്ച് റിട്ടേൺ തരുന്നു. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ചിലപ്പോൾ നമ്മൾ ഓരോ കോഡ് എടുക്കുമ്പോൾ ഹാംസ്റ്റർ ബുക്ക് അല്ലെങ്കിൽ സപ്പോസ് ചെയ്യുക ഹാംസ്റ്റർ ട്യൂബ്, ഇത് ഞാൻ സ്പെൻഡ് ചെയ്യുമ്പോൾ 4 ലക്ഷം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആകെ ചിലപ്പോൾ 248 കിട്ടണേ. പക്ഷെ മറ്റു ചില സ്ഥലത്തിനങ്ങൾ, അതായത് ഇപ്പോൾ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ലീഗലിൽ വന്നു കഴിഞ്ഞാൽ, സ്പെഷ്യൽ ഓക്കെ, മാർക്കറ്റിൽ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ പലതരം സാധനങ്ങൾ കാണാം. ഈ P2P ട്രേഡിങ് നല്ല രീതിയിലുള്ള ചെറിയ പ്രോഫിറ്റ് കിട്ടുന്നുണ്ട് അല്ലേ. അതുപോലെ ഡെറിവേറ്റീവ്സ്, അതുപോലെ മാർജിൻ ട്രേഡിങ്, ഇതൊക്കെ ചെയ്യുമ്പോൾ സമയത്ത് മാർജിൻ ട്രേഡിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ആൾക്കാരുടെ കയ്യിൽ നിന്നുള്ള ആൾക്കാരുടെ ട്രേഡ് ഫെയിൽ ആവുകയാണെങ്കിലും നമുക്ക് എന്ത് കിട്ടുന്നത്, അവരുടെ കയ്യിൽ നിന്നുള്ള ഫെയിൽ ആവണ പൈസയുടെ തിരിച്ചുള്ള റിട്ടേൺ ആർക്ക് കിട്ടുന്നത്, ഈ എക്സ്ചേഞ്ചിൽ തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ബേസിക് ആയിട്ട് നമ്മൾ ഈ ഗെയിം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് ഉദ്ദേശിക്കുന്നത്, നമ്മൾ നമ്മുടെ കയ്യിലുള്ള ഫണ്ട് ചിലവഴിച്ചിട്ട് എന്ത് ചെയ്തു, നമ്മളൊരു എക്സ്ചേഞ്ച് ഡെവലപ്പ് ചെയ്യുന്നു. ആ എക്സ്ചേഞ്ച് നമുക്ക് വേണ്ടി പണിയെടുക്കുന്നു, അത് പ്രോഫിറ്റ് പെർ അവർ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതിലൊരു ഡൗട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, ഇപ്പോൾ നിങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്, ഇതുപോലെ കോയിൻസ് ഉണ്ടെങ്കിൽ ആ കോയിൻസിന് വാല്യൂ ഉണ്ടാവുകയില്ല. പകരം എന്തിനായിരിക്കും വാല്യൂ, പ്രോഫിറ്റ് പെർ അവറിനായിരിക്കും വാല്യൂ. ഇത് ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ വായിച്ചെടുത്തൊരു അനാലിസിസ് ആണ്. അതുപോലെ തന്നെ ആര് തന്നിട്ട്, ഇവർ നമുക്ക് ഇതിൻ്റെ ഒരു സൂചന തന്നിട്ടുണ്ട്. അത് നമുക്ക് പോയി നോക്കാം. ഇത് അവരുടെ ഒഫീഷ്യൽ ടെലഗ്രാം പേജിൽ ഇടുന്ന ഇതാണ്. അതായത് ഡ്യൂ ടു ദ ട്രെമൻഡസ് എമൗണ്ട് ഓഫ് ക്വസ്റ്റ്യൻസ് വി വാണ്ട് ടു സെറ്റ് ദ റെക്കോർഡ് സ്ട്രേറ്റ്. എയർ ഡ്രോപ്പ് ആണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. നോട്ട് കോയിൻ പോലെ ലിസ്റ്റിംഗ് എന്ന് പറഞ്ഞ പേരിലല്ല വരാ, ഒരു എയർ ഡ്രോപ്പ് ആണ്. ഏത് കറൻസിയും, നമ്മളിവിടെ കളിക്കുന്ന എല്ലാ കറൻസിയും എന്താണ് തരുന്നത്, നമുക്കൊരു എയർ ഡ്രോപ്പ്. എയർ ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, അടുത്ത ക്വസ്റ്റ്യൻ ആണ്. എയർ ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് എയർ ഡ്രോപ്പ്? നമ്മൾ ഒരു കമ്പനിക്ക് വേണ്ടി നമ്മൾ അവരുടെ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ നമ്മൾ ആ കമ്പനീനെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ, അതായത് നമ്മുടെ എക്സ് ഹാൻഡിൽ വെച്ചിട്ടോ നമ്മുടെ ഇൻസ്റ്റാഗ്രാം വെച്ചിട്ടോ നമ്മൾ ഇതുപോലെ ചെയ്യുമ്പോൾ മറ്റുള്ളിലേക്ക് നമ്മൾ ഈ ഒരു പരിപാടി എത്തിക്കല്ലേ. അപ്പോൾ അവരുടെ കമ്പനിയല്ലേ വലുതാവുന്നത്. അപ്പോൾ അങ്ങനെ അവരെ കമ്പനി വലുതാക്കുന്ന നമ്മളേക്ക് അവർക്ക് എന്ത് തരും, ഒരു ചെറിയ പ്രോഫിറ്റ് തരും. അതാണ് എയർ ഡ്രോപ്പ് വഴി നമ്മുടെ കയ്യിലേക്ക് എത്തിപ്പെടുന്നത്. അപ്പോൾ ഇതാണ് എയർ ഡ്രോപ്പ്. ഇതിൽ ആർക്കും സംശയമില്ല എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ രണ്ടാമത്തെയാണ് ലിസ്റ്റിംഗ്. എന്താണ് ലിസ്റ്റിംഗ്? നമ്മൾ ഈ ഒരു കോയിൻ ഇറക്കി, ഈ ഒരു കമ്പനിക്കാർ ഒരു കോയിൻ ഇറക്കി. ഈ കോയിൻ എവിടെ പോയി ഇറങ്ങണം, ഏതെങ്കിലും ഒരു സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിൽ പോയി ഇറങ്ങണം. എന്താണ് സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച്? ഒരു ബിനാൻസ്, ബൈബിറ്റ്, കുക്കോയിൻ, ഇതൊക്കെ എന്താണ്, ഒരു സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചുകളാണ്. ഈ എക്സ്ചേഞ്ചുകളിൽ ഈ കോയിൻ പോയി ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ റിയൽ ടൈമിൽ ആളുകൾക്ക് പൈസ കൊടുത്ത് ഈ കോയിൻ വാങ്ങാനും വിൽക്കാനും പറ്റുന്നു. കാരണം എന്താണ്, ഈ എക്സ്ചേഞ്ചുകളുടെ കയ്യിലേക്ക് ഈ കോയിൻ്റെ ഇത്ര വിഹിതം അവർക്ക് കൊടുക്കുന്നു. ആ കയ്യിൽ നിന്നുള്ള കോയിൻസ് ആണ് നമ്മൾ എന്ത് ചെയ്ത് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത്. അതാണ് ലിസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതായത് ഈ എക്സ്ചേഞ്ചുകളിൽ ഈ കോയിൻ പോയി ലിസ്റ്റ് ചെയ്യണം. അപ്പം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ലിസ്റ്റിംഗ് ഡൗട്ട് ക്ലിയർ ആയി, എയർ ഡ്രോപ്പും ഡൗട്ട് ക്ലിയർ ആയി. ഓക്കെ, അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, എയർ ഡ്രോപ്പ് വിൽ ഡിപ്പെൻഡ് ഓൺ ദ പ്രോഫിറ്റ് പെർ അവർ ആൻഡ് സം അതർ ആക്ടിവിറ്റി പാരാമീറ്റേഴ്സ് ദാറ്റ് വിൽ റിവീൽ ലേറ്റർ, നോട്ട് ദ കോയിൻ ബാലൻസ്. അപ്പോൾ റെക്കോർഡ് സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അവർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ കയ്യിലുള്ള കോയിൻ ബാലൻസിന് ഒരു ഇമ്പോർട്ടൻസ് ഇല്ല. അതിന് പകരം എന്താണ്, പ്ലേ വൈസ്ലി കറക്റ്റ് വന്നിട്ട് പ്രോഫിറ്റ് പെർ അവർ ആൻഡ് സം അതർ ആക്ടിവിറ്റി പാരാമീറ്റേഴ്സ്. ചിലപ്പോൾ എൻ്റെ ഒരു ഊഹം അനുസരിച്ച് ഈ ആക്ടിവിറ്റി പാരാമീറ്റേഴ്സ് എന്തായിരിക്കും, അതായത് നിങ്ങൾ എന്താണ് ഡെവലപ്പ് ചെയ്യുന്നത്, നിങ്ങൾ ഒരു എക്സ്ചേഞ്ച് ആണ് ഡെവലപ്പ് ചെയ്യുന്നത്. ഈ എക്സ്ചേഞ്ച് ഡെവലപ്പ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ഈ എക്സ്ചേഞ്ച് ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഓരോ നമ്മുടെ ഏറ്റവും നല്ല ടീമുകൾ ഡെവലപ്പ് ചെയ്യണം അല്ലേ. അപ്പം നമ്മൾ ചിലപ്പോൾ ഈ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്ന ഓരോ കാർഡിൻ്റെ ലെവലുകൾക്ക് അനുസരിച്ച് ചിലപ്പോൾ നമുക്ക് അതിന് ഇമ്പോർട്ടൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് കീപ്പ് ചെയ്യുക. അപ്പോൾ ചിലപ്പോൾ നല്ല നല്ല കാർഡ്സുകൾ എന്ത് ചെയ്യുക, നമ്മൾ നമ്മുടെ ടെലഗ്രാം ചാനലിൽ കുറച്ച് ഇട്ടിട്ടുണ്ട്. ആ നല്ല നല്ല കാർഡ്സ് എന്ത് ചെയ്യുക, നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. ഈ ലംബോർഗിനി സിഇഒ ഒക്കെ ചിലപ്പോൾ ഇമ്പോർട്ടൻ്റ് ആവുമെന്ന് അറിയില്ല. പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പോൾ ന്യൂ കാർഡായിട്ട് ഒന്നും മേടിക്കാനില്ല. എല്ലാ കാർഡും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, മേടിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ എന്ത് ചെയ്യാം, ഒരു ഡിസിഷൻ എടുക്കാം, മേടിക്കണോ വേണ്ടയോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതുവരെ പറഞ്ഞതൊക്കെ ക്ലിയർ ആണെന്ന് മനസ്സിലാവുന്നു. അപ്പോൾ എന്താണ് ഇൻക്രീസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടുമില്ലാന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, പ്രോഫിറ്റ് പെർ അവർ ആണ് ഞാൻ എൻ്റെ ഒരു കറക്റ്റ് അനാലിസിസ് പറയുന്നത്. പ്രോഫിറ്റ് പെർ അവർ ആണ്, നോട്ട് ദ കോയിൻ ബാലൻസ്. ഓക്കെ, നെക്സ്റ്റ് ആയിട്ട് പറയുന്ന ഒരു ഡൗട്ടാണ്,
പ്രീ മാർക്കറ്റ് ലോഞ്ച് എല്ലാവരും ചോദിക്കുന്നതാണ്. ഓൾറെഡി ഹാംസ്റ്റർ കോയിൻ ഇറങ്ങിയല്ലോ, എനിക്ക് എൻ്റെ പൈസ പിൻവലിച്ചുകൂടെ, എനിക്ക് എൻ്റെ പൈസ ഇനി തിരിച്ച് കിട്ടില്ലേ, അതായത് ഞാൻ ഉണ്ടാക്കിയ കോയിൻസിനനുസരിച്ച് എനിക്ക് ഇപ്പോൾ പൈസ പിൻവലിച്ചുകൂടെ എന്ന് ഒരുപാട് പേര് ചോദിക്കുന്നു. ഇല്ല, ഈ കോയിൻ എവിടെ ലിസ്റ്റ് ആവണം? ഒരു എക്സ്ചേഞ്ചിൽ ഇത് ലിസ്റ്റ് ചെയ്യണം, ട്രേഡ് ചെയ്യാം എന്ന ഭാഗത്തിൽ ഇറങ്ങണം. ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് എന്താണ്? പ്രീ മാർക്കറ്റ് ലോഞ്ച്. അപ്പോൾ നമുക്ക് അതിനായിട്ട് എന്ത് ചെയ്യാം? നമുക്ക് ആദ്യം കുക്കോയിലാണ് ഇറങ്ങുന്നത്. കുക്കോയിൽ പോയിട്ട് അതിൻ്റെ അവസ്ഥ എന്താണെന്ന് പോയി നോക്കാം. അപ്പോൾ കുക്കോയിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുക്കോയിൽ കാണുന്നത് പ്രീ മാർക്ക് എന്ന് പറഞ്ഞൊരു ടാബിൽ ഹാംസ്റ്റർ കോയിൻ 17 ജൂണിനാണ് ഇറങ്ങുമെന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം 14 ജൂണാണോ അത് മാറ്റി 17 ജൂണായി. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യും? ആളുകൾക്ക് ഒരു ഫിക്സ്ഡ് പ്രൈസ്, ഒരു അപ്രോക്സിമേറ്റ് പ്രൈസ് വെച്ച് എന്ത് ചെയ്യാം? നമുക്ക് ആ കോയിൻസ് മേടിച്ച് നമ്മുടെ കയ്യിൽ വേണം വെക്കാം. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ കോയിൻ ഇറങ്ങി കഴിയുമ്പോൾ, ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ലൈവിലൊക്കെ പറഞ്ഞത് 0.18 സ്റ്റാറ്റസ് കിട്ടണമെന്നു, അതായത് 20 രൂപ 30 രൂപയൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഒരു കോയിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 20 രൂപയ്ക്ക് ആയിരിക്കില്ല ചിലപ്പോൾ നമ്മൾ ഈ കോയിൻ റിലീസ് ചെയ്യുമ്പോൾ വരാൻ പോകുന്നത്. ചിലപ്പോൾ ഇതിനേക്കാൾ കുറയാം, ചിലപ്പോൾ അത് 1 രൂപയാവും, ചിലപ്പോൾ അത് 2 രൂപയാവാം, ചിലപ്പോൾ അത് 100 രൂപ വരെ ആകാം. ഓക്കെ, അപ്പോൾ ആളുകളുടെ ഇൻട്രസ്റ്റ്, ട്രേഡിങ്ങിൻ്റെ ഒരു എന്താ പറയുക, ലിക്വിഡിറ്റി ആൻഡ് മാർക്കറ്റ് ക്യാപ്പൊക്കെ അനുസരിച്ച് അതിൻ്റെ പ്രൈസ് എന്ത് ചെയ്യാം? കൂടാം. അപ്പോൾ അങ്ങനെ കൂടുമ്പോൾ എന്ത് ചെയ്യാം? ഈ പ്രൈസ് നമ്മളിപ്പോൾ വിചാരിക്കുന്ന, നമ്മളിപ്പോൾ ഇട്ടിരിക്കുന്ന 20 രൂപ 30 രൂപ, ഞാൻ ഇന്ത്യൻ റുപ്പിയിലാണ് പറയുന്നത്, നോട്ട് ദ ഡോളർ. ഓക്കെ, അപ്പോൾ ഇത്ര പ്രൈസിൽ വരുമ്പോൾ നമ്മൾ ഇപ്പോൾ പ്രീ മാർക്കറ്റിലുള്ള പ്രൈസ് ആയിരിക്കില്ല ലിസ്റ്റ് ചെയ്യുമ്പോൾ വരുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ പ്രീ മാർക്കറ്റിലുള്ള പ്രൈസ് നമുക്ക് എവിടെ പോയി ചെക്ക് ചെയ്യാം? Gate.io എന്ന് പറഞ്ഞ എക്സ്ചേഞ്ചിൽ ഓൾറെഡി ഇത് പ്രീ മാർക്കറ്റ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം VPN കണക്ട് ചെയ്യണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം? VPN കണക്ട് ചെയ്ത് വന്നിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമ്മൾ VPN കണക്ട് ചെയ്തു, നമ്മുടെ Gate.ioയുടെ പ്രീ മാർക്കറ്റ് സൈറ്റിലെത്തി. ഇപ്പോൾ നമുക്ക് കാണാം ഹാംസ്റ്റർ ഇവിടെ ലൈവായിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ്? പ്രീ മാർക്കറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്രയാണ് ഇപ്പോഴത്തെ പ്രൈസ്? 0.42 USDT, അതായത് 35 രൂപ. 35 രൂപയ്ക്ക് നിങ്ങളുടെ കയ്യിൽ ഒരു 1000 ടോക്കൺ കിട്ടിയാൽ നിങ്ങൾക്ക് എത്ര രൂപയാവും? 35,000 രൂപ. ആഹാ, എന്ത് മനോഹരം അല്ലേ? പക്ഷെ ഞാൻ പറഞ്ഞു, ഈ പ്രീ മാർക്കറ്റിൽ കാണുന്ന പ്രൈസ് ആയിരിക്കില്ല ഒറിജിനലായിട്ട് ലിസ്റ്റ് ചെയ്യുമ്പോൾ വരിക. എന്താണ് സംഭവിക്കുക? പ്രീ മാർക്കറ്റ് ചിലപ്പോൾ ഇപ്പോൾ സപ്പോസ് 35 രൂപയാണെങ്കിൽ ചിലപ്പോൾ ഇറങ്ങുമ്പോൾ അത് ചിലപ്പോൾ എന്ത് ചെയ്യും? 50 പൈസ ആവാം ചിലപ്പോൾ ഇറങ്ങുമ്പോൾ. പിന്നെ അത് ട്രേഡിങ് നടന്നിട്ടായിരിക്കും എന്ത് ചെയ്ത് പിന്നെ അതിൻ്റെ പ്രൈസ് കയറുന്നത്. അപ്പോൾ ഇപ്പോൾ മേടിക്കുന്ന ആൾക്കാരൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യണേ? ഒരു ഊഹാപോഹത്തിലുള്ള ഒരു പ്രൈസിന് എന്താണ് മേടിച്ച് വെക്കുന്നത്. അപ്പോൾ പ്രീ മാർക്കറ്റ് അറിയില്ല. പക്ഷേ റിയൽ ലോഞ്ചിൻ്റെ സമയത്ത് അവരൊക്കെ പ്രതീക്ഷിക്കുന്നത് എന്താ? ഇപ്പോഴുള്ള പ്രൈസിനേക്കാളും ഉയരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അവർ വിചാരിക്കുന്നത് ഇപ്പം 42 സെൻറ്റിന് മേടിച്ചിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ വിചാരിക്കുന്നത് ഇറങ്ങുമ്പോൾ ചിലപ്പോൾ $1 അല്ലെങ്കിൽ അതിന് മേലേക്ക് പോകുന്നതായിരിക്കും അവരെന്ത് ചെയ്യുന്നത്? അവർ തിങ്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് പ്രീ മാർക്കറ്റിൽ നമ്മൾ പോയി മേടിക്കുക. പക്ഷേ 2 തരത്തിൽ സംഭവിക്കാം. ഒന്നുകിൽ ഇതിൻ്റെ പ്രൈസ് നേരെ താഴോട്ട് വരാം, അല്ലെങ്കിൽ ഇതിൻ്റെ പ്രൈസ് എന്ത് ചെയ്യാം? നേരെ മേലോട്ടും പോവാം, അല്ലെങ്കിൽ ഇതേ പ്രൈസിൽ തന്നെ ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്യാം. കാരണം അപ്പോൾ ഇത് 2 തരം സിനാരിയോ ഉണ്ട്. അപ്പോൾ ഈ ഒരു പ്രൈസ് ആയിരിക്കില്ല നമ്മുടെ ആക്ച്വൽ പ്രൈസ് എന്ന് പറയുന്നത്. ലിസ്റ്റ് ചെയ്യുമ്പോൾ വേറൊരു പ്രൈസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതുവരെയുള്ള കാര്യത്തിൽ വേറെ ഒരു ഡൗട്ടുമില്ലല്ലോ. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രീ മാർക്കറ്റിൻ്റെ എല്ലാ ഡൗട്ടും തീർന്നു. ഇനി അടുത്തത് നമ്മുടെ ഒരു ഓപ്ഷൻ ആയിരുന്നു എയർ ഡ്രോപ്പിൽ കണക്ട് യുവർ ടൺ വാലറ്റ്. ഒരുപാട് പേര് ഇഷ്യൂ പറഞ്ഞതായിരുന്നു. ഈ കണക്ട് യുവർ ടൺ വാലറ്റ് അവരെങ്ങനെയോ ഡിസ്കണക്ട് ആക്കി, ഇനി കണക്ട് ചെയ്യാൻ പറ്റില്ല. അവർ ഓൾറെഡി ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ടെലഗ്രാം വാലറ്റോ ഓർ ടൺ ക്യൂബറായിട്ട് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് റീകണക്ട് ആക്കാൻ ഇപ്പോൾ സാധിക്കും. ഓക്കെ, ഡിസ്കണക്ട് ആക്കിയവർ റീകണക്ട് ആക്കണം. പിന്നെ എന്തായാലും ഉറപ്പിക്കണം, നിങ്ങളുടെ ഇവിടെ ഒരു ബ്ലൂ ലൈനിൽ ഇവിടെ ഒരു വൈറ്റ് ടിക്ക് എന്തായാലും കിടക്കുന്നുണ്ട്. ഇത് ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ പറയുന്നത് ലിസ്റ്റിംഗ് ഓൺ ഇറ്റ്സ് വേ, ടാസ്ക് വിൽ അപ്പിയർ ബിലോ, കംപ്ലീറ്റ് ദം ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഡ്രോപ്പ്. അപ്പോൾ നമുക്കിവിടെ എന്തുവരും? നമുക്കിവിടെ എയർ ഡ്രോപ്പിനായിട്ട് കുറച്ച് ടാസ്കുകൾ വരും. ചിലപ്പോൾ റെഫർ ചെയ്യാനായിരിക്കും, അങ്ങനെ പലതരത്തിലുള്ള ടാസ്കുകളായിരിക്കും വരാൻ പോകുന്നത്. അപ്പോൾ ആ ടാസ്കുകളൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്നുള്ള പൈസ കൊടുത്ത് ചിലപ്പോൾ ഇത്ര കോയിൻസ്, ടൺ കോയിൻസ് ചിലപ്പോൾ മേടിച്ചിടാൻ പറയും, ചിലപ്പോൾ സൊളാന കോയിൻസ് മേടിച്ചിടാൻ പറയും, ഇഷ്ടമുള്ള കോയിൻസ് മേടിച്ചിടാൻ പറയാം. അപ്പോൾ ആ പറയുന്ന ടാസ്ക് എന്ത് ചെയ്യണം? നമ്മൾ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? ഈ എയർ ഡ്രോപ്പിന് നമ്മൾ എന്ത് ചെയ്യുക? അല്ലെങ്കിൽ ഈ ലിസ്റ്റിംഗ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലേക്ക് ആ ഫണ്ട് കിട്ടുകയുള്ളൂ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി താഴെ വരാൻ പോകുന്ന എയർ ഡ്രോപ്പിൽ വരാൻ പോകുന്ന എല്ലാ ടാസ്കുകളും എന്ത് ചെയ്യണം? നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഇനി അടുത്തതായിട്ട് നമ്മൾ ഇവരുടെ സൈറ്റിലേക്കാണ് പോകാൻ പോകുന്നത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹാംസ്റ്ററിൻ്റെ സൈറ്റിലേക്ക് പോയി. അപ്പോൾ നമ്മളിവിടെ റോഡ് മാപ്പ് കാണിച്ചല്ലോ. ഈ റോഡ് മാപ്പിൽ ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, TGE. എന്താണ് TGE? എവിടെയാണ് നമ്മൾ TG കണ്ടത്? ജൂലൈ 2024 TGV. TG എന്ന് പറഞ്ഞാൽ ടോക്കൺ ജനറേഷൻ ഇവൻ്റ് എന്നാണ്. അതായത് ഒരു ടോക്കൺ നമ്മുടെ ലിസ്റ്റിങ്ങിലേക്ക്, നമ്മുടെ ബ്ലോക്ക് ചെയിനിലേക്ക് ആഡ് ചെയ്യുന്ന ഒരു ഇവൻറ്റിനെയാണ്
ടോക്കൺ ജനറേഷൻ ഇവന്റ് വന്നത്. ഈ ടേമുകളൊക്കെ പഠിച്ചു വെക്കാം കേട്ടോ. നമ്മൾ മുന്നിലേക്ക് പോകുമ്പോൾ നമ്മൾ ക്രിപ്റ്റോ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാം മനസ്സിലാവണ്ടേ. അപ്പോൾ ഇങ്ങനത്തെ ടേമുകളൊക്കെ നമ്മൾ ഇപ്പോഴേ തന്നെ എന്ത് ചെയ്യുക, പഠിച്ച് വയ്ക്കുക. വെബ്3 അതുപോലെ TG ഇതൊക്കെ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിക്കും. അപ്പോൾ നമ്മൾ TG ഒരു ഡെഫിനേഷൻ എടുത്തു കഴിഞ്ഞാൽ ദ acronym TG stands for Token Generation 1, which represents the moment when the first time a token is generated on its blockchain and made available to the public. എന്താണ് പറഞ്ഞത്? ആ ബ്ലോക്ക് ചെയിനിൽ ആദ്യമായിട്ട് ആ ടോക്കൺ ജനറേറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ പബ്ലിക്കിനായിട്ട് അത് അവൈലബിൾ ആക്കി കൊടുക്കുകയും ചെയ്യുന്ന ഒരു സംഗതിയാണ് TGE എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഏത് ബ്ലോക്ക് ചെയിനിലാണ് റൺ ചെയ്യുന്നത്? ആ ബ്ലോക്ക് ചെയിനിൽ ഈ ടോക്കൺ ആദ്യമായിട്ട് ജനറേറ്റ് ചെയ്യുന്ന ഒരു ഇവൻ്റാണ് TGU. അത് എപ്പോഴത്തേക്കാണ് വിളിക്കുന്നത്? ജൂലൈയിൽ. അപ്പോൾ നമുക്കൊരു കാര്യം ചിലപ്പോൾ കൺഫേം ചെയ്യാം, അതായത് ഈ ടോക്കൺ ലിസ്റ്റ് ചെയ്യാൻ പോകുന്നത് ജൂലൈയിലായിരിക്കും ലിസ്റ്റിംഗ് വരുന്നത്. അതായത് എയർ ഡ്രോപ്പ് ഒക്കെ നമുക്ക് കിട്ടാൻ പോകുന്നത്, നമ്മുടെ പ്രോഫിറ്റ് പെർ അവറിനെ ബേസ് ചെയ്തിട്ടൊക്കെ കിട്ടാൻ പോകുന്നത് ജൂലൈയിലായിരിക്കും. അപ്പോൾ എൻ്റെ ഒരു അസംഷൻ വെച്ചിട്ട് ഇപ്പോൾ പുതുതായിട്ട് തുടങ്ങിയ യൂസേഴ്സ് ആണെങ്കിൽ കൂടി എന്ത് ചെയ്യാം, നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോ. എപ്പോഴാണോ നിർത്തുന്നത് അത്ര നാൾ വരെ കണ്ടിന്യൂ ചെയ്താൽ നിങ്ങൾ ചെറിയൊരു പ്രോഫിറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ ചെറിയൊരു പ്രോഫിറ്റ് കിട്ടിക്കോട്ടെ. നിങ്ങളുടെ പ്രോഫിറ്റ് പെർ അവർ കൂടാൻ നോക്കുക. ഓക്കെ, പ്രോഫിറ്റ് പെർ അവർ കൂടുന്നത് എൻ്റെ അനാലിസിസ് ആണ്. അതുപോലെ ഞാൻ ഇവരുടെ മെസ്സേജസ് ഒക്കെ കണ്ടുകൊള്ളുന്നത്, നിങ്ങൾക്ക് ഇപ്പോഴും ആഗ്രഹം നിങ്ങൾക്ക് കോയിൻസ് അക്യുമുലേറ്റ് ചെയ്യാനാണ്, പ്രോഫിറ്റ് പെർ അവർ കൂട്ടാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാം. പക്ഷേ ഞാൻ ചെയ്യാൻ പോകുന്നത്, അതായത് എൻ്റെ കമ്മ്യൂണിറ്റിയോട് ഞാൻ പറയാൻ പോകുന്നത്, നിങ്ങളുടെ 80% ടോക്കൺസ് ചെയ്ത് പ്രോഫിറ്റ് പെർ അവർ കൂട്ടുക. ബാക്കി 20% എന്തിനാണ് വെക്കുന്നത്? ഓരോ ദിവസവും ഈ മില്യൺ കാർഡ്സ് വരുമ്പോഴും അതൊക്കെ അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് ഓരോ അവസരം എന്ത് ചെയ്യാം, നമുക്ക് കുറച്ച് കാർഡ് ടോക്കൺ വേണം. അപ്പോൾ ഈ ടോക്കൺ കുറച്ച് സേവ് ചെയ്ത് വെക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, കുറച്ചേച്ച് ഇതിൽ നിന്ന് എടുത്ത് എന്ത് ചെയ്യാം, ഓരോ കാർഡ്സും എന്താ പറയുക, ഡെവലപ്പ് ചെയ്ത് എന്ത് ചെയ്യുക, ലെവൽ കൂട്ടി കൊണ്ടുവരാൻ നോക്കുക. ഓക്കെ, അപ്പോൾ ഇത് Q3 അടുത്ത് വരുന്നുണ്ട്. കുറച്ച് അവർ പുതിയ ക്യാരക്ടേഴ്സ് സ്കിൻസ് വരുന്നുണ്ട്. പക്ഷേ അതിന് മുന്നേ എന്ത് ചെയ്യും, ഈ ടോക്കൺ ഓൾറെഡി എക്സ്ചേഞ്ചിലൊക്കെ ലിസ്റ്റ് ആവും. പിന്നീട് അവരുടെ റോഡ് മാപ്പാണ്, അതായത് എന്തൊക്കെയാണ് അവർ പ്രൊജക്റ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ബേസിക് ആയിട്ട് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ഡിസിഷൻ എടുക്കാം, ഇന്ന് തന്നെ ഒരു ഡിസിഷൻ എടുക്കാം. ടെലഗ്രാമിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് മൈൻഡ് ചെയ്ത് പ്രോഫിറ്റ് പെർ അവർ കൂട്ടണോ. ഞാൻ പറഞ്ഞത് മനസ്സിലായി വിചാരിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് എന്തായാലും കൂട്ടുകയുള്ളൂ, പ്രോഫിറ്റ് പെർ അവർ തന്നെയാണ് കൂട്ടുകയുള്ളൂ. കാരണം ഈ ഒരു ഗെയിം കൊണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത്, ഒരു എക്സ്ചേഞ്ച് ഡെവലപ്പ് ചെയ്യണം. ആ എക്സ്ചേഞ്ച് ഡെവലപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഏൺ ചെയ്തുണ്ടാക്കിയ പൈസ ചിലവഴിച്ചിട്ട് വേണം ആ എക്സ്ചേഞ്ച് ഡെവലപ്പ് ചെയ്യാനായിട്ട്. കാരണം നിങ്ങളൊരു CEO ആണ്. CEOയ്ക്ക് എന്താണ് ഇമ്പോർട്ടൻറ്റ്? ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്ന പൈസയല്ല, പാസീവ് ഇൻകം, നിങ്ങൾ ഇവിടെ കിട്ടുന്ന പ്രോഫിറ്റ് പെർ അവർ, അതായത് ഓരോ മണിക്കൂറും നിങ്ങളുടെ എക്സ്ചേഞ്ചിൽ നിന്ന് കിട്ടുന്ന പൈസയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നിങ്ങൾക്ക് അതിനൊരു ഡിസിഷൻ എടുക്കാം. ബാക്കിയല്ലാതെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഏൺ ചെയ്യാം, അതുപോലെ ഏൺ ചെയ്യാനുള്ള ടാബ്ലറ്റ് വന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുക. അതുപോലെ തന്നെ ഇതിനുള്ള ഓരോ കാർഡ്സിനും ഇമ്പോർട്ടൻ്റ് കാർഡ്സ് നമ്മുടെ ടെലഗ്രാം ചാനൽ ഇട്ടിട്ടുണ്ട്. ഒന്ന് ചെറുതായിട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ആ കാർഡിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. ഞാൻ പറ്റുകയാണെങ്കിൽ അത് പിൻ ചെയ്തേക്കും. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി തോന്നുന്നു. ഇത്തിരി ലോങ് ആണ്, പക്ഷേ ഇത് ഫുള്ള് വരെ കണ്ടു തീർത്താൽ നിങ്ങൾക്ക് നന്ദി. അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള എല്ലാ അപ്ഡേറ്റ്സും നമ്മുടെ യൂട്യൂബ് ചാനലിലും വരുന്നതായിരിക്കും. അതിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താലും, അതുപോലെ തന്നെ ടെലഗ്രാം ചാനലിലും എല്ലാ ഡീറ്റെയിൽസും വരുന്നതായിരിക്കും. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഇനി ഈ കോയിൻ ലിസ്റ്റ് ആയി കഴിഞ്ഞാൽ ഈ പൈസ അത് എങ്ങനെയാണ്, അതായത് നിങ്ങൾക്ക് കിട്ടിയ ഈ കോയിൻസ് അതെങ്ങനെയാണ് പൈസയാക്കി മാറ്റി നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ചാനലിൽ ഇടുന്നതായിരിക്കും. നിങ്ങൾ എല്ലാ സ്ഥലത്തും വന്ന് ഇതെങ്ങനെയാണ് ക്യാഷ് ഔട്ട് ആക്കുക, ഇതെങ്ങനെയാണ് ക്യാഷ് ഔട്ട് ആക്കുക എന്ന് വന്ന് ചോദിച്ചിട്ടുണ്ട്. ഒരു ആവശ്യമില്ല. കാരണം നമ്മളെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എല്ലാം പഠിപ്പിച്ചു തരുന്നുണ്ട് ഇല്ലേ. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്ന വീഡിയോ എന്താണ്, നമ്മൾ എന്തായാലും എങ്ങനെയൊക്കെ നമുക്ക് വിഡ്രോ ചെയ്യാനുള്ള എല്ലാ ഓപ്ഷൻസും നമ്മൾ കവർ ചെയ്ത് ഒരു വീഡിയോ എന്തായാലും നമ്മുടെ ചാനൽ ഇടുന്നതായിരിക്കും. അതിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. ഒരു തരത്തിലും പേടിക്കേണ്ട. കാരണം ഇപ്പോൾ നിങ്ങൾക്ക് ഇത് നമ്മൾ ചാനൽ ഇട്ടിരിക്കുന്ന ഒരു കോയിൻസും ക്യാഷ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. ഓൺ ചെയിൻ ഓൾറെഡി സ്റ്റോപ്പായി. അപ്പോൾ അത് നമ്മൾ വിഡ്രോയിനായിട്ട് നമ്മൾ കാത്തിരിക്കുകയാണ്. ഈ സാധനത്തിൻ്റെ സംഭവം സ്റ്റോപ്പ് ആകുമ്പോൾ, മൈനിങ് സ്റ്റോപ്പ് ആകുമ്പോഴാണ് നമുക്ക് പിന്നെ അത് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് സ്റ്റോപ്പ് ആയതിനു ശേഷം, ലിസ്റ്റ് ആയതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യും, റിയൽ മണി ആയിട്ട് കൺവേർട്ട് ചെയ്ത് നമ്മുടെ ബാങ്കിലേക്ക് എത്തിക്കുന്ന വിധത്തിലുള്ള ഫുൾ സ്റ്റെപ്പ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇടുന്നതായിരിക്കും. സോ ആവശ്യമുള്ള സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. അപ്പോൾ ഇന്നത്തേക്ക് നമ്മൾ നിർത്തുകയാണ്. കൂടുതൽ വലിച്ചു എടുത്തില്ല, 25 മിനിറ്റായി. നിങ്ങളുടെ സമയം ഒരുപാട് എടുത്ത് ക്ഷമ ചോദിക്കുന്നു. ആദ്യമായിട്ടാണ് ഇത്ര വലിയ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു മൈനിങ് ആശംസിക്കുന്നു, നല്ലൊരു പ്രോഫിറ്റ് കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ബൈ ബൈ, താങ്ക് യു.